എമ്പുരാന്റെ ഓളം അടങ്ങുമ്പോഴേക്ക് ബോക്സ് ഓഫീസിന് റീത്തുവെക്കാൻ മമ്മൂട്ടി എത്തുന്നു. സമ്മർ റിലീസ് ഇത്തവണ കളറാകും. സിനിമാ ലോകം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് എമ്പുരാൻ. മലയാളത്തിലെ ഏറ്റവും ചെലവേറിയ ചിത്രമായാണ് എമ്പുരാൻ ഒരുങ്ങുന്നത്. 2019 പുറത്തിറങ്ങിയ ലൂസിഫറിന്റെ തുടർഭാഗമായാണ് എമ്പുരാൻ അണിയിച്ചൊരുക്കുന്നത്. ആദ്യ ഭാഗത്തേക്കാൾ വലിയ ബജറ്റിലാണ് ചിത്രം വരുന്നത്. മലയാളത്തിനു പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളിൽ പാൻ ഇന്ത്യനായാണ് എമ്പുരാൻ പ്രദർശനത്തിനെത്തുന്നത്. മാർച്ച് 27-നാണ് ചിത്രം തിയേറ്ററുകളിലെത്തുക. ഈദ് റിലീസായി എത്തുന്ന ചിത്രത്തിന് ആദ്യവാരം തന്നെ വമ്പൻ കളക്ഷൻ നേടാനുള്ള അവസരമുണ്ട്. കേരളത്തിലെ 90% തിയേറ്ററുകളിലും എമ്പുരാൻ പ്രദർശനത്തിനെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യയിൽ 5 ദിവസത്തോളം കിട്ടുന്ന ഓപ്പണിംഗ് വീക്കെൻഡ് റൺ ലഭിക്കുമ്പോൾ GCC രാജ്യങ്ങളിൽ 10 ദിവസത്തോളം ഹോളിഡേ അഡ്വാൻറ്റേജ് ലഭിക്കും. കേരളത്തിൽ ലിയോ നേടിയ ആദ്യദിന കളക്ഷൻ എമ്പുരാൻ തകർക്കുമെന്നാണ് ആരാധകർ കരുതുന്നത്. കേരളത്തിൽ പുലർച്ചെ 4 മണിക്ക് ഫാൻസി ഷോ ആരംഭിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ലിയോ നേടിയ 12 കോടി എന്ന മാജിക്കൽ ഫിഗർ തകർത്ത് കേരള ബോക്സ് ഓഫീസിലെ തന്റെ സിംഹാസനം മോഹൻലാൽ വീണ്ടെടുക്കുമെന്നാണ് പലരും പ്രതീക്ഷിക്കുന്നത്. എമ്പുരാന്റെ ഓളം കെട്ടടങ്ങും മുൻപ് മമ്മൂട്ടിയും മറ്റൊരു ഗംഭീര സിനിമയുമായി എത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. മമ്മൂട്ടി ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ബസൂക്ക ഏപ്രിലിലേക്ക് റിലീസ് മാറ്റിയെന്നാണ് റിപ്പോർട്ടുകൾ. ഫെബ്രുവരി 14-ന് ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് അണിയറ പ്രവർത്തകർ അറിയിച്ചത്. എന്നാൽ പിന്നീട് ഇതിനെക്കുറിച്ച് അണിയറ പ്രവർത്തകരിൽ യാതൊരു വിവരം ലഭിക്കാത്തതിനാൽ റിലീസ് മാറ്റിയെന്നാണ് സോഷ്യൽ മീഡിയയിലെ പല സിനിമാ പേജുകളും പറയുന്നത്. നവാഗതനായ ഡീനോ ഡെന്നീസാണ് ബസൂക്കയുടെ സംവിധായകൻ. മമ്മൂട്ടിയെ സ്റ്റൈലിഷായി അവതരിപ്പിച്ച പോസ്റ്ററുകൾക്കും ടീസറിനും വൻ വരവേൽപ്പാണ് ലഭിച്ചത്. മമ്മൂട്ടിക്ക് പുറമെ ഗൗതം വാസുദേവ് മേനോൻ, ഹക്കീം ഷാ, ബാബു ആന്റണി, സിദ്ധാർത്ഥ ഭരതൻ, ദിവ്യ പിള്ള തുടങ്ങി വൻ താരനിര ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഏപ്രിൽ 3-നോ 10-നോ ബസൂക്ക തിയേറ്ററുകളിൽ എത്തുമെന്നാണ് കരുതുന്നത്. ബിഗ് എംസിന്റെ സിനിമകളിലൂടെ മലയാള സിനിമയുടെ സമ്മർ റിലീസിന് തിരിതെളിയുമ്പോൾ അതിനെ പിന്തുടർന്ന് ഒരു പിടി മികച്ച ചിത്രങ്ങളും സമ്മർ റിലീസായി എത്തുന്നുണ്ട്. തല്ലുമാലയ്ക്ക് ശേഷം ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന ആലപ്പുഴ ജിങ്കാന, മാത്യു തോമസ് നായകനാകുന്ന ലവ്ലി 3D തുടങ്ങിയവയാണ് മറ്റ് റിലീസുകൾ.